യുക്രൈൻ യുദ്ധഭൂമിയിൽ വീണ്ടും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ആശങ്കയാകുന്നു. 13 ഇന്ത്യൻ നാവികർ ഉൾപ്പെടെ തന്നെ 15 പേർ യുക്രൈൻ തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് ഇവിടെ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് എന്ന് തന്നെയാണ് നാവികരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കരിങ്കടലിലെ ചൊർണോമോക്സ് തുറമുഖത്തെ നങ്കൂരമിട്ടിരിക്കുന്ന MV അമീർ 1 ചരക്ക് കപ്പലിൽ 13 ഇന്ത്യൻ നാവികരടക്കം 15 ജീവനക്കാർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ചുറ്റും തുടർച്ചയായി തന്നെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നതിനാൽ തന്നെ അതീവ ഭീതിജനകമായ സാഹചര്യത്തിലാണ് നാവികർ എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതാകട്ടെ റഷ്യയുടെ പക്കൽ നിന്നാകാം ഇത്തരം വലിയൊരു ആക്രമണം അവിടെ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്ന വിലയിരുത്തലടക്കം പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല നാവികരുടെ സംഘടനയായ ഫോർവേഡ് സീമേഴ്സ് യൂണിവേഴ്സ് ഓഫ് ഇന്ത്യ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തുവിട്ട വിവരം അനുസരിച്ച് ഏത് നിമിഷവും അവിടെ ആക്രമണം ഉണ്ടായേക്കാമെന്ന ആശങ്കയിലാണ് കപ്പലിലുള്ളവർ. കപ്പലിന് സമീപം ആവർത്തിച്ച് ഡ്രോണുകളും മിസൈലുകളും പതിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാർ സുരക്ഷിതരല്ല എന്നും സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാവികരുടെ ജീവൻ അപകടത്തിലാണ് എന്നും ഇന്ത്യൻ സർക്കാർ, ബന്ധപ്പെട്ട എംബസികൾ, അതുപോലെ കപ്പലുടമകൾ, അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ഏജൻസികൾ എന്നിവ അടിയന്തരമായി തന്നെ ഇടപെട്ടുകൊണ്ട് സുരക്ഷിത ഒഴിപ്പിക്കൽ ഉറപ്പാക്കണമെന്നാണ് ഇവിടെ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും രൂക്ഷമാകുന്നതിനിടെ തന്നെ കരിങ്കടൽ മേഖലയിലെ വ്യാപക കപ്പലുകൾക്കും ഭീഷണി വർദ്ധിക്കുകയാണ്. ഇതിനിടെ തന്നെ ഇന്ത്യൻ നാവികർ കുടുങ്ങിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നത് വലിയ ആശങ്ക ഇടയാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മാത്രമല്ല ഭീതിജനകവും ജീവന് ഭീഷണിയുള്ളതുമായ സാഹചര്യത്തിലാണ് നാവികരുള്ളത് എന്നതാണ് ഇവിടെ നാവികരുടെ സംഘടനയായ ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇവിടെ എക്സ് പോസ്റ്റിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഏത് സമയത്തും ആക്രമണം ഉണ്ടായേക്കുമെന്ന ഭീതിയിലാണ് കപ്പലിലെ നാവികരെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആവർത്തിച്ചുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കപ്പലിന് സമീപം നടക്കുന്നുണ്ട് എന്നും ഏത് നിമിഷവും ആക്രമിക്കപ്പെടാമെന്ന സാഹചര്യം ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതരും കപ്പലുടമകളും ഇന്ത്യൻ സർക്കാരുകളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പോസ്റ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം ഇവിടെ വിദേശകാര്യ മന്ത്രാലയമോ കപ്പൽ കമ്പനിയോ ഇതുവരെയും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല യുക്രൈന്റെ തെക്കൻ തീരങ്ങളിൽ കപ്പലുകൾക്ക് നേരെ സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ കരിങ്കടലിൽ ഉണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ യുക്രൈൻ അംബാസഡറിനെ അവിടെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇന്ത്യ ആകട്ടെ പ്രതിഷേധം അറിയിക്കുകയും ഇനി ഇത്തരത്തിൽ ഇന്ത്യൻ നാവികർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന ഒരു താക്കീത് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ നാവികരെ കാണാതായി എന്ന തരത്തിലുള്ള വാർത്തകളടക്കം പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.